കൂടാതെ ഞങ്ങൾ ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഉള്ള ഒരു ഉത്തരവാദിത്തമാണ് ലാഭത്തിൻ്റെ ഒരു വിഹിതം ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കണം എന്നുള്ളത്. ഞങ്ങളും ലാഭം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും. ഈ വർഷം റെക്കോർഡ് ലാഭത്തിലേക്കാണ് ഞങ്ങൾ പോയത്. ആ ലാഭത്തിൻ്റെ വിഹിതം ഞങ്ങൾ CSR ഫണ്ടായി വിനിയോഗിക്കും. ആദ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പരാതിയും ഇല്ലാത്ത തരത്തിൽ അർഹമായ കരങ്ങൾക്കാണ് ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അതിൽ രാഷ്ട്രീയമോ മറ്റു തരത്തിലുള്ള സാമുദായിക സാമൂഹികമായ ഒരു കാര്യവും പരിഗണിക്കുന്നില്ല. ഏറ്റവും അർഹമാണ് എന്ന് തോന്നുന്ന അപേക്ഷകൾ ഞങ്ങളുടെ കമ്മിറ്റി പരിശോധിച്ച് അവിടെ പോയി അന്വേഷണം നടത്തി ശരിയാണ് എന്ന് ബോധ്യപ്പെട്ട് അവർക്കെല്ലാം കൊടുക്കുന്ന പദ്ധതിയാണുള്ളത്. എനിക്ക് അഭിമാനത്തോടെ പറയാനാവും, ഈ അടുത്ത കാലത്ത് ഞാൻ താമരശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ഒരു സ്കൂളിന്, ഒരു സ്പെഷ്യൽ സ്കൂളാണ്, അവിടുത്തെ കുട്ടികൾക്ക് പുറത്തിറങ്ങി നിൽക്കാൻ മഴ നനയാതെയും വെയിൽ കൊള്ളാതെയും ആ കുട്ടികൾക്ക് ഇറങ്ങി നിൽക്കാനും അസംബ്ലി കൂടാനും കളിക്കാനും ഓടാനും ഒന്നും സൗകര്യമില്ല. ആ കുട്ടികളെ കണ്ടാൽ നമുക്ക് വളരെ, ഞാനത് അവിടെ പോയിട്ടുണ്ട്. അവിടെ ഞങ്ങളൊരു ഓഡിറ്റോറിയം പണിത് കൊടുത്തു. കട്ടപ്പനയിലാണ് അടുത്ത ദിവസങ്ങളിൽ സ്പെഷ്യൽ സ്കൂളിൽ ഒരു ബസ് വാങ്ങിച്ചു കൊടുത്തു. ഞാനതിൻ്റെ കണക്കുകളിലേക്ക് പോകല്ല. ബഡ് സ്കൂളുകൾ, സ്പെഷ്യൽ സ്കൂളുകൾ, നമ്മുടെ ബഹുമാന്യനായ രമേശ് ചെന്നിത്തലയ്ക്ക്, പിന്നെ ഹരിപ്പാട് മണ്ണാർശാലയിൽ അദ്ദേഹത്തിനൊരു ഓട്ടിസം സ്കൂളുണ്ട്. 160ഓളം കുട്ടികൾ അവിടെ ഉണ്ടിപ്പോൾ. അവിടെയും ഞാൻ KSFയുടെ ചെയർമാനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു റിക്വസ്റ്റ് പരിഗണിച്ച് വലിയ പരിഗണന ഞാൻ നൽകിയിട്ടുണ്ട്.